എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം കണ്ടെത്തിയ 30-ലേറെ കാര്യങ്ങൾ സിബിഐ അന്വേഷിക്കണമെന്ന് സഹോദരൻ പ്രവീൺ ബാബു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടതിനു ശേഷം അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് മനസ്സിലായി. എല്ലാ പോരായ്മകളും കണ്ടെത്തി സിബിഐ നല്ല രീതിയിൽ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും പ്രവീൺ ബാബു പറഞ്ഞു. ഞങ്ങൾ തന്നെ നേരിട്ട് കാണിച്ചു കൊടുത്ത കുറേ തെളിവുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് CDR-കൾ. അതിൽ ഞാൻ കുറ്റം ഇപ്പം ഏക പ്രതിയാക്കപ്പെട്ട വ്യക്തിയുടെയും അതുപോലെ ഞങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞ അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടേണ്ടവരായിട്ട് പറഞ്ഞവരുടെയും ഒക്കെ CDR-കൾ, കോൾ ഡീറ്റെയിൽസ്, അവരുടെ ഫോൺ രേഖകൾ ഇതൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് കളക്ട് ചെയ്ത് തന്നെ വളരെ അപൂർവമാണ്. എല്ലാ നിർണായക വിവരങ്ങളൊക്കെ മറച്ചു വെച്ച് ഏറ്റവും നിർണായക പീരീഡിലെ മറച്ചു വെച്ചുകൊണ്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. അപ്പോൾ ഇവർ ഈ സംഭവത്തിന് മുമ്പും അതിനുശേഷവും ആരെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ആരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു, ഈ വിവരങ്ങളെല്ലാം വ്യക്തമാകുന്നുണ്ട്. ഇതിൽ വളരെ വലുതായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിലെ ഇത് ഈ പമ്പിന്റെ യഥാർത്ഥ ഉടമ ആര് എന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്തില്ല. അത് നമ്മളെ സംബന്ധിച്ച് ഈ ഫോണുകളാണെങ്കിലും എല്ലാം കളക്ട് ചെയ്ത് സൈബർ ഫോറൻസിക് ലാബിലേക്ക് അയക്കണമായിരുന്നു. ഇവർ ഡിലീറ്റ് ചെയ്ത എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ കളക്ട് ചെയ്യണമായിരുന്നു. വളരെ ശാസ്ത്രീയവും സമഗ്രവുമായ വളരെ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം തന്നെ വരണം. അതാണ് അന്നത്തെ സർക്കാരിന് പുറത്തുള്ള ഏജൻസി, അതായത് CBI തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്ന് കോടതികളെ സമീപിച്ചത്.